ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞ മാർച്ച് 22-നാണ് IPL തുടങ്ങിയത്. ഇന്നലെ നടന്ന രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മാച്ച് ഈ സീസണിലെ 11ാമത്തെ മത്സരമായിരുന്നു. ഇതുവരെ നടന്ന മത്സരങ്ങളുടെ പ്രിവ്യൂ വീഡിയോകളും റിവ്യൂ വീഡിയോകളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നടന്ന 11 മത്സരങ്ങളിലെ പ്രകടനങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ IPL ടീം ഓഫ് ദ വീക്ക് തിരഞ്ഞെടുക്കുകയാണ്. ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചകളിലുമായിരിക്കും നമ്മൾ ഈ സ്പെഷ്യൽ IPL ടീം ഓഫ് ദ വീക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതാത് ആഴ്ചകളിൽ നടന്നിട്ടുള്ള മത്സരങ്ങളിലെ പ്രകടനങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മൾ ആ ബെസ്റ്റ് ടീം തിരഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ഈ ബെസ്റ്റ് ടീം തിരഞ്ഞെടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് കണക്കുകൾ മാത്രം നോക്കിയല്ല, ഓരോ പെർഫോമൻസും ആ മാച്ചസിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് കൂടി കണക്കിലെടുത്താണ് നമ്മൾ ബെസ്റ്റ് പ്ലേയിങ് 12-നെ തിരഞ്ഞെടുക്കുന്നത്. ഇത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കതിൽ തീർച്ചയായും വിയോജിപ്പുകൾ ഉണ്ടാവാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ബെസ്റ്റ് പ്ലേയിങ് 12 കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീക്കിൽ എന്റെ ബെസ്റ്റ് ടീമിൽ ഓപ്പണേഴ്സായി എത്തുന്നത് RCBയുടെ ഫിൽ സാൾട്ടും LSGയുടെ മിച്ചൽ മാർഷുമാണ്. ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും പിന്നീട് ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും RCB തോൽപ്പിച്ചിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് മാച്ചിലും ഫിൽ സാൾട്ടിന്റെ അഗ്രസീവ് സ്റ്റാർട്ട് ഹൈ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒന്നാമത്തെ മത്സരത്തിന്റെ കാര്യം തന്നെ എടുക്കാം. 175 എന്ന സ്കോർ ചേസ് ചെയ്താണ് RCB ഇറങ്ങിയത്. പവർ പ്ലേയിൽ തന്നെ നല്ലൊരു സ്റ്റാർട്ട് കിട്ടുക എന്നത് RCBക്ക് ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും കൂടി മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ ആ ഒരു മികച്ച തുടക്കം കിട്ടിയാൽ മാത്രമാണ് ഈസിയായി കംഫർട്ടബിളായി RCBക്ക് ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നത്. ഫിൽ സാൾട്ട് ആ തുടക്കം തന്റെ മുൻ ടീമിനെതിരെ RCBക്ക് നൽകി. 31 പന്തുകളിൽ നിന്ന് 56 റൺസ്. ആ ഒരു ഇന്നിംഗ്സോടെ തന്നെ RCBക്ക് ആ സ്കോർ ചേസ് ചെയ്യാനുള്ള ഒരു മൊമെന്റം സെറ്റ് ആയിരുന്നു. പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എഫേർട്ട്ലെസ് ആയി തീർത്തും ഡോമിനേറ്റിംഗ് ആയി RCB ആ സ്കോർ ചേസ് ചെയ്തു. അതിൽ ഫിൽ സാൾട്ടിന്റെ ഇന്നിംഗ്സ് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. പിന്നീട് രണ്ടാമത്തെ മത്സരം ചെപ്പോക്കിലാണ്. ചെപ്പോക്കിന്റെ പിച്ചിലെ കാര്യം പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയ പിച്ചാണ്, സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പവർ പ്ലേയിൽ മികച്ചൊരു സ്കോർ നേടുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ മത്സരത്തിന്റെ ഭാവി പോലും ആ ഒരു പവർ പ്ലേയിൽ നേടുന്ന സ്കോർ അനുസരിച്ചിരിക്കും. നമുക്ക് ആ മത്സരം നോക്കിയാൽ RCB നേടിയത് 54 റൺസാണ് പവർ പ്ലേയിൽ. ചെന്നൈ നേടിയത് അവിടെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസും. പിന്നീട് ആ ഒരു തകർച്ചയിൽ നിന്ന് കരകയറാൻ ചെന്നൈ സൂപ്പർ കിങ്സിനായില്ല. എന്നാൽ RCBയുടെ കാര്യത്തിൽ ആ ഒരു മൊമെന്റം, അതായത് വലിയൊരു സ്കോറിലേക്കുള്ള ഒരു പുഷ് ആണ് ഫിൽ സാൾട്ട് തുടക്കത്തിൽ നൽകിയത്. രണ്ടാം ഓവറിൽ ബോൾ ചെയ്യാൻ വന്ന അശ്വിനെ അഗ്രസീവായിട്ടാണ് സാൾട്ട് നേരിട്ടത്. ആദ്യ മത്സരത്തിൽ പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് വീഴ്ത്താനായി അജിൻക്യ രഹാനെ വരുൺ ചക്രവർത്തിയെ നിയോഗിക്കുകയും എന്നാൽ വരുൺ ചക്രവർത്തിയെ ഒരു ദയവുമില്ലാതെ ഫിൽ സാൾട്ട് അടിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ട് മത്സരത്തിലും ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് ഫിൽ സാൾട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ബെസ്റ്റ് ടീമിൽ ഫിൽ സാൾട്ടിനെ ഞാൻ ഓപ്പണറായിട്ട് നിയോഗിച്ചത്. ഫിൽ സാൾട്ടിന് ഓപ്പണിംഗ് പാർട്ണറായി എത്തുന്നത് ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്നും മിച്ചൽ മാർഷാണ്. രണ്ട് മത്സരങ്ങളിലും അഗ്രസീവായി എക്സ്പ്ലോസീവായ അർദ്ധ സെഞ്ചുറികൾ. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 36 പന്തുകളിൽ നിന്ന് 72 റൺസ് എടുത്ത മിച്ചൽ മാർഷ് രണ്ടാമത്തെ സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ 31 പന്തിൽ നിന്ന് 52 റൺസ് എടുത്തു. നമുക്കറിയാം ഹൈലി എക്സ്പ്ലോസീവായ ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ള 2 50-കൾ. നമുക്കറിയാം മിച്ചൽ മാർഷ് ഒരു ഓൾറൗണ്ടർ ആണ്. പക്ഷേ ഈ സീസണിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫിലെങ്കിലും പ്യുവർ ബാറ്ററായിട്ടാണ് മിച്ചൽ മാർഷ് കളിക്കുന്നത്. ഇഞ്ചുറി ഫിറ്റ്നസ് കൺസേൺസ് ഉള്ളതിനാലാണ് മിച്ചൽ മാർഷ് ഒരു പ്യുവർ ബാറ്ററായി കളിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ LSGയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും അല്പം ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് അവരുടെ ബാറ്റേഴ്സിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ വളരെ വളരെ ക്രൂഷ്യലാണ്. അത് രണ്ട് മാച്ചസിലും ഡെലിവറി ചെയ്യാനായിട്ട് മിച്ചൽ മാർഷിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് മിച്ചൽ മാർഷിനെ ഞാൻ ആ സ്ഥാനത്തേക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ ഓപ്പണേഴ്സ് സെറ്റായി, ഫിൽ സാൾട്ട്, മിച്ചൽ മാർഷ്. അടുത്തത് വൺ ഡൗൺ പൊസിഷനിലേക്ക് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ശ്രേയസ് അയ്യറിനെയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും LSGക്ക് വേണ്ടി വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ട് ഹൈലി എക്സ്പ്ലോസീവായ 250+ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച നിക്കോളാസ് പൂറാൻ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ശ്രേയസ് അയ്യരെ ഞാൻ ചൂസ് ചെയ്തതെന്ന്. ആക്ച്വലി നിക്കോളാസ് പൂറാനും എൻ്റെ ടീമിലുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പൊസിഷന് വേണ്ടി ഞാൻ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് ടോസപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ശ്രേയസ് അയ്യരും നിക്കോളാസ് പൂറാനും ഉണ്ട്. നിക്കോളാസ് പൂറാനെ നമുക്ക് ഫസ്റ്റ് ബോൾ തൊട്ട് എതിരാളികളെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലെയറാണ് നിക്കോളാസ് പൂറാൻ. അതുകൊണ്ട് തന്നെ നിക്കോളാസ് പൂറാനെ ഞാൻ ബാറ്റിംഗ് ഓർഡറിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് നടത്തിയത്. അല്ലാതെ നിക്കോളാസ് പൂറാൻ ആ കളിച്ച ഇന്നിങ്സിന്റെ ഇമ്പാക്റ്റ് ഞാൻ മനസ്സിലാക്കാതെ പോയിട്ടല്ല നിക്കോളാസ് പൂറാനെ നമ്മൾ തേർഡ് പൊസിഷനിൽ, അതായത് വൺ ഡൗൺ ഇറക്കാതിരിക്കുന്നത്. നിക്കോളാസ് പൂറാൻ തീർച്ചയായിട്ടും നമ്പർ 5 പൊസിഷനിലാണ് ഈ ടീമിൽ വരുന്നത്. അത് നമുക്ക് പറയാം. അപ്പോൾ ആദ്യ മത്സരത്തിൽ PBKSന് വേണ്ടി ആദ്യ മത്സരത്തിൽ GTക്കെതിരെ 42 പന്തുകളിൽ നിന്നാണ് 97 റൺസ് ശ്രേയസ് അയ്യർ എടുത്തത്. വളരെ ഡോമിനേറ്റിംഗ് ആയ, നമുക്കറിയാം അത്യാവശ്യം നല്ല ബോളിംഗ് അറ്റാക്ക് ഉള്ള റഷീദ് ഖാനെ പോലുള്ള പ്ലേയേഴ്സ് ഉള്ള ടീമാണ് GT. എന്നിട്ടും അതൊന്നും ലെവലേശം കൂസാതെ നമ്മുടെ ശ്രേയസ് അയ്യർ അടിച്ചു പറത്തി. ആ ഒരു ഇന്നിങ്സ് പഞ്ചാബ് കിങ്സിന് കൊടുത്ത ബൂസ്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് വൺ ഡൗൺ പൊസിഷനിലേക്ക് ഞാൻ ശ്രേയസ് അയ്യറിനെ ആഡ് ചെയ്തിരിക്കുന്നത്. നാലാമതെത്തുന്നത് രജത് പട്ടിദാറാണ്, RCBയുടെ നായകൻ. ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ അങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷനിലൊന്നുമല്ല പട്ടിദാർ ക്രീസിൽ എത്തുന്നത്. അതായത് ഫിൽ സാൾട്ട് ആ ഒരു പവർ പ്ലേയിൽ തന്നെ മാച്ച് RCBക്ക് അനുകൂലമാക്കിയിരുന്നു. വിരാട് കോഹ്ലിയും ഫോമിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വലിയ പ്രഷറൊന്നും രജത് പട്ടിദാറിന് ഉണ്ടായിരുന്നില്ല. എങ്കിലും മത്സരം എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട് ആ ഒരു നെറ്റ് റൺ റേറ്റ് ബൂസ്റ്റ് ചെയ്യാനാണ് പട്ടിദാർ ശ്രമിച്ചത്. അങ്ങനെ 16 പന്തുകളിൽ നിന്ന് 34 റൺസ് എടുത്ത് രജത് പട്ടിദാർ പുറത്തായി. എങ്കിലും RCB പോലെ വലിയൊരു ഫ്രാഞ്ചൈസിന്റെ ക്യാപ്റ്റൻ ആവുന്നതിന്റെ യാതൊരുവിധ പ്രഷറും ഇല്ലാതെയാണ് രജത് പട്ടിദാർ കളിച്ചത്. അതിനുശേഷം ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരം
ആ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയത് രജത് പട്ടിദാറാണ്. 32 പന്തുകളിൽ നിന്ന് 51 റൺസ്. വേണമെങ്കിൽ നമുക്ക് പറയാം രജത് പട്ടിദാറിനെ ലക്ക് ഫേവർ ചെയ്തിരുന്നു, ഒരു ക്യാച്ച് സിമ്പിൾ ക്യാച്ച് ദീപക് കൂടെ കളഞ്ഞു, പിന്നെ 2 ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട്, ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ്. ഒന്ന് നോക്കിയാൽ സ്പിന്നിനെ തുണയ്ക്കുന്ന ചെപ്പോക്കലെ പിച്ചിൽ നൂർ അഹമ്മദ്, രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ പോലെ ഹൈലി ലീസലായിട്ടുള്ള സ്പിൻ അറ്റാക്കിനെതിരെയാണ് വളരെ ധൈര്യത്തോടെ വളരെ എക്സ്പ്ലോസീവായ രീതിയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ രജത് പട്ടിദാർ ബാറ്റ് വീശിയത്. മിഡിൽ ഓവേഴ്സിൽ രജത് പട്ടിദാറിനെ പോലെ സ്പിന്നിനെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന താരങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടീമിൽ 4-ാം നമ്പറിൽ ഞാൻ രജത് പട്ടിദാറിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടീം ഓഫ് ദി വീക്കിന്റെ ക്യാപ്റ്റനും രജത് പട്ടിദാർ തന്നെയാണ്. RCB പോലൊരു വലിയ ഫ്രാഞ്ചൈസിയെ ആദ്യമായിട്ട് നയിക്കുന്നു. അതിന്റെ യാതൊരുവിധ പ്രഷറും ഇല്ലാതെ റിസ്കി ആയിട്ടുള്ള ഡെയറിംഗ് ആയിട്ടുള്ള ഡിസിഷൻസും രജത് പട്ടിദാർ ഈ 2 മത്സരങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവർ തോൽപ്പിച്ചിരിക്കുന്നത് ഈഡൻ ഗാർഡൻസിൽ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ, അതുപോലെ ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ. തീർച്ചയായും നമുക്ക് രജത് പട്ടിദാറിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും. ഇനി 5-ാം നമ്പറിൽ ഞാൻ ശ്രേയസ് അയ്യറിന്റെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ നിക്കോളാസ് പുരാൻ. ക്രീസിൽ വന്ന് ആദ്യ പന്ത് മുതൽ എതിരാളിയെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിവുള്ള, ആദ്യ പന്തുകൾ മുതൽ തന്നെ സിക്സർ പായിക്കാൻ കഴിവുള്ള വളരെ ഡേഞ്ചറസ് ആയ എക്സ്പ്ലോസീവായ ബാറ്ററാണ് നിക്കോളാസ് പുരാൻ. ഈ ഒരു സീസണിൽ ഇതുവരെ നടന്ന മത്സരങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയ എക്സ്പ്ലോസീവായ ബാറ്റർ നിക്കോളാസ് പുരാൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. നമുക്ക് ആ ഇന്നിംഗ്സ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ 30 പന്തുകളിൽ നിന്ന് 75 റൺസ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ. 2-ാം മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരെ 26 പന്തുകളിൽ നിന്ന് 70 റൺസ്. അതായത് ഈ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 280-300 റേഞ്ചിലാണ് പുള്ളി സ്ട്രൈക്ക് ചെയ്യുന്നത് തന്നെ. അതും കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യ 2 മത്സരങ്ങളിൽ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു. ഇനി ഞാനല്ല ആരൊരു ഈ ഒരു വീക്കിലെ IPL ബെസ്റ്റ് ടീം ചൂസ് ചെയ്താലും അതിൽ നിക്കോളാസ് പുരാന് ചാൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇനി 6-ാം നമ്പറിൽ ഡൽഹി ക്യാപിറ്റൽസ് നിന്ന് അശുതോഷ് ശർമ്മ. അശുതോഷ് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് 2 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും 2-ാമത്തെ മത്സരത്തിൽ ബാറ്റ് ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായില്ല. അത്രയ്ക്ക് ഡോമിനേറ്റിംഗ് ആയിട്ടാണ് DC സൺറൈസേഴ്സിനെതിരെ പെർഫോം ചെയ്തത്. ആദ്യ മത്സരത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസ് ജയിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്താണ്, പുള്ളിങ് വിക്ടറി ഫ്രം ജോസ് ഓഫ് ഡിഫീറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ആ തോൽവിയുടെ അരികിൽ നിന്നാണ് ഒരു മാജിക്കിലൂടെ ആ ഒരു വണ്ടർ പെർഫോമൻസിലൂടെ അശുതോഷ് ശർമ്മ തൻ്റെ ടീമിനെ തിരിച്ചു പിടിച്ചത്, തൻ്റെ ടീമിലെ വിജയത്തിലേക്ക് കൈപിടിച്ചത്. അപ്പോൾ അത്രയും ഒരു മികച്ച പെർഫോമൻസ് ആയിരുന്നു. 31 പന്തിൽ നിന്ന് 66 റൺസ്. ഒരു സൈഡിൽ വിക്കറ്റുകൾ പോയിക്കൊണ്ടേയിരുന്നു. അതായത് അവസാനം ഹെൽപ്പിന് ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ, അതായത് കൂടെ ഒരു എക്സ്പീരിയൻസ് ബാറ്റർ ഉണ്ടായിട്ട് പോലും അല്ല അശുതോഷ് ഈ ഒരു പെർഫോമൻസ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് എടുത്തിരിക്കുന്നത്. കൂടെ ആരുമില്ല, കൂടെ ബോളേഴ്സാണ് അവസാന നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ആ ഒരു നെർവ് ഹോൾഡ് ചെയ്ത് ആ ഒരു പ്രഷർ സോക്കിൻ ചെയ്തിട്ട് തൻ്റെ ടീമിന് വേണ്ടി ഡെലിവറി ചെയ്യാൻ അശുതോഷ് ശർമ്മയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം അശുതോഷിനെ എന്തുകൊണ്ട് 7-ാം നമ്പറിൽ ഇടാതെ 6-ാം നമ്പറിൽ ഇടുന്നു എന്ന്. ഈ ഒരു ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റേഴ്സും ബോളേഴ്സും തമ്മിൽ ഒരു ബാലൻസിനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അശുതോഷിനെ 6-ാം നമ്പറിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഒരു ഇമ്പാക്ട് പ്ലെയറിന്റെ ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ, ഒരു ബാറ്റിംഗ് ഒന്നുകൂടെ ബോൾസ്റ്റർ ചെയ്യാൻ ഇമ്പാക്ട് പ്ലെയറിന്റെ ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ എൻ്റെ ടീമിൽ 6-ാം നമ്പറിലാണ് അശുതോഷ് ശർമ്മ. 7-ാം നമ്പറിൽ വരുന്നത് ഷർദുൽ താക്കൂർ, ലോർഡ് താക്കൂർ. ഈ സീസണിന് മുൻപ് നടന്ന മെഗാലയത്തിൽ ആരും ഷർദുൽ താക്കൂറിനെ ചൂസ് ചെയ്തിരുന്നില്ല. സത്യത്തിൽ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം താക്കൂർ എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സ്പെൻസീവ് ആവാം, അത് ശരിയാണെങ്കിൽ പോലും വിക്കറ്റ് എടുക്കാനുള്ള ഒരു എബിലിറ്റി, അത് ഏത് സമയത്തും ആയിക്കോട്ടെ. ചിലപ്പോൾ എതിരാളികൾ ഹൈ റേറ്റിൽ മുമ്പോട്ട് പോവുകയായിരിക്കും, ഇപ്പോൾ ബോളിംഗ് ടീമിനായിരിക്കും പ്രഷർ മൊത്തം, എങ്കിലും പുള്ളി വന്ന് എറിഞ്ഞു കഴിയുമ്പോൾ വിക്കറ്റ് വീഴും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പുള്ളിയെ ലോർഡ് താക്കൂർ എന്ന് വിളിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ ടോസിലായിരിക്കും വിക്കറ്റ് വീഴുന്നത്. ഇപ്പോൾ വേറെ ആരെങ്കിലും ആണ് ഫുൾ ടോസ് എറിയുന്നതെങ്കിൽ അത് ബൗണ്ടറിക്ക് പുറത്ത് കിടക്കേണ്ട അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് പുറത്ത് കിടക്കേണ്ട ബോളായിരിക്കും. പക്ഷെ പുള്ളി വന്ന് എറിയുമ്പോൾ അത് വിക്കറ്റ് കിട്ടും. അത് വെറും ഒരു ലക്കൊന്നും അല്ലത്. അത് പുള്ളിയുടെ ഒരു എബിലിറ്റി തന്നെയാണ്. അതായത് ഹാംലെസ് എന്ന് തോന്നുന്ന ബോളുകളിൽ പോലും വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു ബോളറാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഞാൻ ആ ഒരു രീതിയിലുള്ള ഒരു വാല്യൂ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ബാറ്റ് കൊണ്ടും നിരവധി മികച്ച പ്രകടനങ്ങൾ, അതിപ്പോൾ ഇന്ത്യൻ ടീമിലായിക്കോട്ടെ IPL ആയിക്കോട്ടെ, ബാറ്റ് കൊണ്ടും തിളങ്ങാൻ കഴിയുന്ന താരമാണ് ഷർദുൽ താക്കൂർ. അപ്പോൾ LSGക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഇഞ്ചുറി, മോസിനുണ്ടായ ഇഞ്ചുറി കാരണമാണ് താക്കൂറിനെ ടീമിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അത് സത്യത്തിൽ അവർക്കൊരു അനുഗ്രഹമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് നല്ലൊരു പ്ലെയർ ആണ്. ശരിയാണ്, എക്സ്പെൻസീവ് ആവുമെങ്കിലും നല്ലൊരു വാല്യൂ ഫോർ മണി പ്ലെയർ ആണ് ഷർദുൽ താക്കൂർ. അത് ആ പുള്ളിയുടെ പെർഫോമൻസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. DCക്കെതിരെ 2 ഓവറിൽ 19 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. അതുപോലെ സൺറൈസേഴ്സിനെതിരെ 4 ഓവറിൽ 34 റൺസ് കൊടുത്ത് 4 വിക്കറ്റ്. സൺറൈസേഴ്സ് പോലെ അത്രയും ഡിസ്ട്രക്റ്റീവായ ഒരു ബാറ്റിംഗ് യൂണിറ്റിനെയാണ് പുള്ളി ഒടിച്ചു മടക്കി കയ്യിലാക്കിയത്. അതായത് നമുക്കറിയാം, ഹെഡ് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, നിതീഷ് റെഡ്ഡി, ഹാൻഡ്രസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് 280 ഒക്കെ സ്കോർ ചെയ്ത ടീമിനെയാണ് അതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇവരെ നിശബ്ദരാക്കിയത്. അപ്പോൾ 200-ൽ താഴെ അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നതിൽ ഷർദുൽ താക്കൂറിന്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈസിലി ഹീസ് ദ നമ്പർ 7. കാരണം ബോൾ ചെയ്യാം, അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്പർ 7 വന്ന് ബാറ്റ് ചെയ്യാനും കഴിയുന്ന പ്ലെയർ ആണ് ഷർദുൽ താക്കൂർ. അതുകൊണ്ട് തന്നെ ഈ ടീമിൽ താക്കൂർ 7-ാം നമ്പറിലാണ്. ഇനി നമുക്ക് ബോളേഴ്സിലേക്ക് വന്നാൽ 8-ാം നമ്പറിൽ കുൽദീപ് യാദവ്. നല്ല ഇക്കണോമിക്കലായിട്ടാണ് 2 മത്സരങ്ങളിലും കുൽദീപ് ബോൾ ചെയ്തത്. നമുക്ക് ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിൽ 4 ഓവറിൽ 20 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ.
രണ്ടാമത്തെ മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരെ 4 ഓവറിൽ 22 റൺസ് കൊടുത്ത് 3 വിക്കറ്റ്. അതായത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 8 ഓവറിൽ വെറും 42 റൺസ് മാത്രമാണ്. അതായത് നമ്മൾ ഇക്കോണമി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5.25 ഇക്കോണമി റേറ്റിലാണ് 5 വിക്കറ്റ് കുൽദീപ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് സൺറൈസേഴ്സിനെ പോലൊരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് യൂണിറ്റിനെതിരെ. പിന്നെ LST നോക്കിക്കഴിഞ്ഞാൽ ആ മത്സരത്തിൽ നിക്കോളാസ് പൂറാനും മിച്ചൽ മാർഷും ഒക്കെ നല്ല ഫോമിലായിരുന്നു. ആ മത്സരത്തിൽ നമ്മുടെ നിക്കിപ്പി അടിച്ചിരിക്കുന്നത് 30 പന്തിൽ 75 റൺസാണ്. അതായത് 250 സ്ട്രൈക്ക് റേറ്റിൽ ഒരു സൈഡിൽ ഒരാൾ ബാറ്റ് വീശുമ്പോഴാണ് അണ്ടർ 6 ഇക്കോണമിയിൽ കുൽദീപ് യാദവ് എറിഞ്ഞു മാറിയത്. അതൊരു ഇംപ്രസീവ് ഫീറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു 8ാമത്തെ പൊസിഷനിൽ കുൽദീപ് യാദവിനെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. SRHനെതിരെ വളരെ മനോഹരമായിട്ട് അത് പവർ പ്ലേയിൽ തന്നെ മിച്ചൽ സ്റ്റാർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. അതിനുശേഷം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ കുൽദീപ് യാദവ് ബോൾ ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് 9ാം നമ്പറിൽ അടുത്ത സ്പിന്നറായിട്ട് ഒരു നോ ബ്രെയിനറാണ് നൂർ അഹമ്മദ്. നൂർ അഹമ്മദ് ഇല്ലാതെ നമ്മൾക്കൊരു ബെസ്റ്റ് ടീം ഓഫ് ദി വീക്ക് അല്ലെങ്കിൽ ടീം ഓഫ് ദി വീക്ക് ഫോം ചെയ്യാൻ കഴിയില്ല. കാരണം കളിച്ച 3 മത്സരങ്ങളിൽ 2 CSK തോറ്റു. എങ്കിലും 3 മത്സരങ്ങളിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ നൂർ അഹമ്മദിന് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ബോളിംഗ് യൂണിറ്റിൽ കൃത്യമായി പണിയെടുക്കുന്നത് നൂർ അഹമ്മദും അത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഖലീൽ അഹമ്മദുമാണ്. നൂർ അഹമ്മദിന്റെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മുംബൈക്കെതിരെ 4 ഓവറിൽ 18 റൺസ് വഴങ്ങി 4 വിക്കറ്റ്. രണ്ടാം മത്സരത്തിൽ RCBക്കെതിരെ 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. ഇന്നലെ RRനെതിരെ 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അപ്പോൾ 3 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റോടെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറാണ് നൂർ അഹമ്മദ്. അപ്പോൾ നൂർ അഹമ്മദ് ഒരു നോ ബ്രെയിനറാണ്. സ്പിന്നിൻ്റെ ഒരു അല്പം പിന്തുണ കിട്ടിയാൽ തന്നെ നൂർ അഹമ്മദ് വളരെ ലീഥലായിട്ട് മാറുന്ന ബോളറാണ്. ഇനിയും 10ാം നമ്പറിൽ ജോഷ് ഹേസൽവുഡ്, RCBയുടെ കുന്തമുന. ഇപ്പോൾ ജോഷ് ഹേസൽവുഡ് പരിക്ക് മാറി ഫുൾ ഫിറ്റ്നസിൽ ഫുൾ ഫ്ലോയിൽ വന്നതാണ് RCBക്ക് സത്യം പറഞ്ഞാൽ അനുഗ്രഹമായത്. കാരണം 2 മത്സരത്തിലും വളരെ മികച്ച രീതിയിലാണ് ജോഷ് ഹേസൽവുഡ് ബോൾ ചെയ്തത്. ഇപ്പോൾ ആദ്യത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസിൽ 4 ഓവറിൽ 22 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ്. ഇനി രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈക്കെതിരെ ചെപ്പോക്കിൽ 4 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ്. ആ പുള്ളിയുടെ ഒരു ഹൈറ്റിൽ നിന്നിട്ട് ആ കിട്ടുന്ന ഒരു ബൗൺസും അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ലെങ്കിൽ വീണ്ടും എറിഞ്ഞിട്ട് ബാറ്റർമാരെ ഒരു കുഴി ചാടിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. കാരണം ഭയങ്കര കൺസിസ്റ്റന്റ് ആണ്, ഇക്കണോമിക്കലാണ്. ആ ഒരു ടെസ്റ്റ് ലെങ്തിലായിരിക്കും ഹേസൽവുഡ് ബോൾ ചെയ്യുന്നത്. ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് ലെങ്ത് ഡെക്കിൽ ഹിറ്റ് ചെയ്തിട്ട് പുള്ളി എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യും, അതുപോലെ വിക്കറ്റ് എടുക്കുകയും ചെയ്യും. പ്രത്യക്ഷത്തിൽ നമുക്ക് മിച്ചൽ സ്റ്റാർക്കിനെ പോലൊരു 2020 സ്യൂട്ടായ ബോളറായിട്ട് ഹേസൽവുഡിനെ തോന്നില്ല. പക്ഷേ പുള്ളി കൺസിസ്റ്റന്റ് ആയിട്ട് എറിയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എറിഞ്ഞിട്ട് പുള്ളിക്ക് എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാൻ അറിയാം. അപ്പം ജോഷ് ഹേസൽവുഡും ഒരു നോ ബ്രെയിനറാണ്. ഈ 2 മത്സരങ്ങളിലും RCBയുടെ വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ച ബോളറും ജോഷ് ഹേസൽവുഡാണ്. അത് കഴിഞ്ഞ് 11ാമത്തെ നമ്പറിൽ ഒരു ടോസപ്പ് ആണ് ആക്ച്വലി. അതിലൊന്ന് മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ മത്സരത്തിൽ മിച്ചൽ സ്റ്റാറിന്റെ പെർഫോമൻസ് നമുക്കറിയാം. സൺറൈസേഴ്സിന്റെ മുൻനിരയുടെ ആ ഒരു ബാക്ക് ബോൺ തന്നെ തല്ലിക്കെടുത്തിയത് നമ്മുടെ മിച്ചൽ സ്റ്റാർക്കാണ്. അവർക്കെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയർ കൂടിയാണ് മിച്ചൽ സ്റ്റാർക്ക്. അപ്പോൾ 5 വിക്കറ്റ് എടുത്തു. ആദ്യം 3 വിക്കറ്റ് എടുത്തിട്ട് പിന്നീട് തിരികെ വന്നിട്ട് വീണ്ടും 2 വിക്കറ്റ് കൂടി എടുത്തു. പക്ഷേ ഈ ടീമിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഖലീൽ അഹമ്മദിനെയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ചെന്നൈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിൽ 3 മത്സരങ്ങളിലും കൺസിസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞ ഏക ബോളർ ഖലീൽ അഹമ്മദാണ്. അവർക്ക് ഖലീൽ അഹമ്മദിന് ഒരു സൈഡിൽ സപ്പോർട്ട് പോലും ഇല്ല. അതായത് ഞാൻ എൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പല വീഡിയോകളിലും സൂചിപ്പിച്ചു. ഇപ്പോൾ തുടക്കം ഖലീൽ അഹമ്മദ് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്യാൻ മറ്റൊരു ബോളർ അവർക്കില്ല. അത് തന്നെയാണ് അവരുടെ ആ ഒരു പവർ പ്ലേയിൽ അവർക്ക് പല മത്സരങ്ങളിലും പിടിവിട്ടു പോകാൻ കാരണവും. അതുപോലെ നഥാൻ എല്ലിസ് ഉണ്ടെങ്കിലും നഥാൻ എല്ലിസ് ടീമിൽ വരുന്നില്ല. ആദ്യത്തെ മത്സരം മാത്രമേ കളിച്ചുള്ളൂ. പതിരാന പവർ പ്ലേയിൽ എറിയേണ്ട ബോളറില്ല. അപ്പം ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാതെയാണ് ഖലീൽ അഹമ്മദ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ മുംബൈക്കെതിരെ 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. RCBക്കെതിരെ 4 ഓവറിൽ 28 റൺസ് മാത്രമാണ് അവർ വഴങ്ങിയത്. അതായത് ഖലീൽ വഴങ്ങിയത് 196 റൺസ് RCB എടുത്ത മത്സരത്തിലാണ് അറൌണ്ട് 7 ഇക്കോണമി റേറ്റിൽ ഖലീൽ ബോൾ ചെയ്തത്. അത് കഴിഞ്ഞ് RRനെതിരെ കുറച്ച് എക്സ്പെൻസീവായി നിതീഷ് റാണ ഇടയ്ക്കൊന്ന് അറ്റാക്ക് ചെയ്തു. അപ്പോഴും 4 ഓവറിൽ 38 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 12 ഓവറിൽ നിന്ന് 6 വിക്കറ്റ് നേടി. അപ്പം വിട്ടുകൊടുത്തിരിക്കുന്ന റൺസും ലാസ്റ്റ് മത്സരത്തിലാണ് അറൌണ്ട് 10 പോയത്. പക്ഷെ അതിന് മുമ്പ് 2 മത്സരങ്ങളിലും അറൌണ്ട് 7 ആയിരുന്നു ഇക്കോണമി റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഖലീൽ അഹമ്മദിന് ഒരു കോംപ്ലിമെന്റ് ചെയ്യാൻ നല്ലൊരു പാർട്ണർ ഇല്ലാതിരുന്നിട്ട് കൂടി നല്ല വൃത്തിയായിട്ട് തൻ്റെ റോള് ചെയ്ത് മാറുകയാണ് ഖലീൽ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് DCക്ക് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. പുള്ളി കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു ലെഫ്റ്റ് ഹാം ആംഗിൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ബോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ 11 ഖലീൽ അഹമ്മദിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് അത് മിച്ചൽ സ്റ്റാർക്ക് ആയിരിക്കും, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെന്നൈയുടെ നിലവിലെ ബോളിംഗ് ഇതൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഖലീൽ അഹമ്മദിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു ബാറ്റർ ഷോട്ട് ആയിരുന്നു. 6ാമത് അഷോർഷാണ് ഇറങ്ങിയത്. പിന്നീട് ഓൾറൗണ്ടറിലേക്ക് വന്നു ഷർദുൾ, പിന്നെ ബോളേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് പഞ്ചാബിൽ നിന്ന് ശശാങ്ക് സിംഗിനെയാണ്. അവർ ഒരു മത്സരമേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ ആ മത്സരത്തിൽ 16 പന്തുകളിൽ നിന്ന് 44 റൺസാണ് GTക്കെതിരെ നേടിയത്. ഇപ്പോൾ ലാസ്റ്റ് ഓവറിൽ ഒരു സൈഡിൽ ശ്രേയസ് അയ്യർ 97 റൺസിൽ നിൽപ്പുണ്ട്. പക്ഷെ എന്നിട്ടും ആ ഓവറിൽ തകർത്തടിച്ചു.
അപ്പം ശ്രേയസ് അയ്യരും അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്, അതായത് മാക്സിമം റൺസ് സ്കോർ ചെയ്യുക എന്നുള്ളത്. അത് ശശാങ്ക് കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആ മത്സരത്തിൽ GT തോറ്റത് വെറും 11 റൺസിനാണ്. അപ്പോൾ ആ ഒരു ശശാങ്കിന്റെ ഈ ഒരു 16 ബോളിൽ 44 റൺസ് എന്ന ഒരു സ്കോർ ഇല്ലായിരുന്നെങ്കിൽ പഞ്ചാബ് ആദ്യത്തെ മത്സരം തോറ്റേനെ. അതാണ് സത്യം. ആ ഒരു ഇന്നിങ്സ് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത് ശശാങ്ക് സിംഗ് ആണ്. ഇപ്പോൾ ശശാങ്കിനെ ആ ഒരു മിക്സിലേക്ക് ഇടുമ്പോൾ നമുക്ക് നേരത്തെ ആ ഒരു പഞ്ചാബിൽ ഉണ്ടായിരുന്ന ആ ഒരു കോംബോ കിട്ടുകയും ചെയ്യും. അശുതോഷ് ശർമ്മ, ശശാങ്ക് സിംഗ്, ആ ഒരു കോംബോ ഭയങ്കര ലീതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശശാങ്ക് സിംഗിനെയാണ്. ഇനി ഒരു ടീം ഒന്നുകൂടെ നോക്കാം. ഓപ്പണിംഗിൽ RCBയിൽ നിന്ന് ഫിൽസാൾട്ട്, ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്ന് മിച്ച് മാർഷ്, നമ്മുടെ വൺ ഡൗൺ ആയിട്ട് പഞ്ചാബിൽ നിന്ന് ശ്രേയസ് അയ്യർ, 4ാം സ്ഥാനത്ത് ക്യാപ്റ്റനായിട്ട് RCBയിൽ നിന്ന് രജത് പട്ടിദാർ, 5ാം സ്ഥാനത്ത് LSGയിൽ നിന്ന് നിക്കോളാസ് പുറാൻ, 6ാം സ്ഥാനത്ത് DCയിൽ നിന്ന് അശുതോഷ് ശർമ്മ, പിന്നീട് ഷർദുൽ താക്കൂർ. ഷർദുൽ താക്കൂറിന്റെ കാര്യം പറഞ്ഞപ്പോൾ LSGക്ക് ഈ പ്രാവശ്യം വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പാണ്. ഇഞ്ചുറീസ് ഒക്കെ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ലീഡർ ഓഫ് ദ അറ്റാക്ക് ആയിട്ട് ഷർദുൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ 7ാം നമ്പറിൽ ഷർദുൽ. പിന്നീടുള്ള 4 ബോളേഴ്സ് എന്ന് പറയുന്നത് സ്പിന്നേഴ്സായിട്ട് കുൽദീപ് യാദവ്, നൂർ അഹമ്മദ്, പിന്നീട് ജോഷ് ഹേസൽവുഡ്, ഖലീൽ അഹമ്മദ്. അപ്പോൾ അവരാണ് എൻ്റെ ആ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ശശാങ്ക് സിംഗ്. ഈ ഒരു ടീം ഓഫ് ദി വീക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ഈ വീക്കിലെ ബെസ്റ്റ് പ്ലേയിങ് ചൊല്ലുക കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.